എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കൂടെ ഇന്നുള്ളത് ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ വർഗീസ് സാറാണ്. സാറ് തൃക്കുടുത്താനം ഗ്രാമപഞ്ചായത്ത് വില്ലേജ് ഓഫീസിൽ നിന്ന് കഴിഞ്ഞ വർഷം റിട്ടയർ ആയതാണ്. ഇന്ന് സാർ നമ്മളോട് എത്തിയിരിക്കുന്നത് EWSനെ കുറിച്ച് ഏതാനും കാര്യങ്ങൾ നമുക്ക് ബോധ്യം നൽകുന്നതിന് വേണ്ടിയാണ്. സാർ നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. സാറേ, ഞങ്ങള് യുവജനങ്ങൾക്ക് വേണ്ടി യുവദീപ്തിയിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ സമുദായ ശാക്തീകരണ വർഷത്തില് എന്താണ് EWSഉം അതിന്റെ ഒരു സാധ്യതകളെ കുറിച്ചൊക്കെയാണ് സാർ ഒന്ന് പരിചയപ്പെടുത്താം. EWS എന്ന് പറഞ്ഞാല് സംവരണമില്ലാത്ത ആൾക്കാർ. സംവരണമില്ലാത്തെന്ന് പറയുമ്പം ക്രിസ്ത്യൻസ് ഉണ്ടാവും, നായന്മാരുണ്ടാവും, ബ്രാഹ്മിൻസ്, ഇങ്ങനെ മുന്നോക്ക ജാതിയിലുള്ള ആൾക്കാർ. അവരുടെ ആ മുന്നോക്ക ജാതിയില് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടി കൊടുക്കുന്ന സർട്ടിഫിക്കറ്റാണ് EWS, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്നാണ് ഇത് പറയുന്നത്. ഓക്കെ, ഇത് രണ്ട് തരത്തിൽ അപേക്ഷ നമുക്ക് വയ്ക്കാം. ഒന്ന്, നേരിട്ട് വില്ലേജ് ഓഫീസിൽ കൊടുക്കും, വില്ലേജ് ഓഫീസർ തരുന്ന EWS സർട്ടിഫിക്കറ്റ്. രണ്ടാമത്, വില്ലേജ് ഓഫീസിൽ കൊടുക്കുന്നു, അത് റിപ്പോർട്ടാക്കി താലൂക്ക് ഓഫീസറിൽ തഹസിൽദാർ നൽകേണ്ട സർട്ടിഫിക്കറ്റ്. രണ്ടിനും രണ്ട് പ്രാധാന്യമാണ്. ഇനി കേരള സ്റ്റേറ്റിന്റെ ഒരെണ്ണമുണ്ട്. അത് കേരളത്തിൽ പഠിക്കുന്ന കുട്ടികൾ, കേരളത്തിൽ മാത്രമുള്ള ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ള സർട്ടിഫിക്കറ്റാണ് വില്ലേജ് ഓഫീസർ കൊടുക്കുന്നത്. ആണ് സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റ്, സ്റ്റേറ്റിന് വേണ്ടിയുള്ള EWS സർട്ടിഫിക്കറ്റ്. അതിന്റെ മാനദണ്ഡം എന്ന് പറഞ്ഞാല് ഒരാൾക്ക് ആദ്യത്തെ വരുമാനം 4 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം, കുടുംബ വരുമാനം. മനസ്സിലായോ? രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാല് ഭൂമി പഞ്ചായത്താണെങ്കിൽ 2.5 ഏക്കറിൽ താഴെ വേണം. നമ്മുടെ പഞ്ചായത്താണ്, നമുക്ക് 2.5 ഏക്കറിൽ താഴെ ഇരിക്കണം. പിന്നെ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ 25 സെന്റ് താഴെ നമുക്ക് കുടുംബത്തിന് ഭൂമി പറ്റുള്ളൂ. പിന്നെ കോർപ്പറേഷൻ ആണെങ്കിൽ 50 സെന്റ് താഴെയും. രണ്ട് കണ്ടീഷനാണ് മെയിൻ വരുന്നത്. ഒന്ന്, വരുമാനം 4 ലക്ഷത്തിൽ താഴെയായിരിക്കണം. പിന്നെ പഞ്ചായത്താണെങ്കിൽ 2.5 ഏക്കർ, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ 75 സെന്റ്, മറ്റേ കോർപ്പറേഷൻ ആണെങ്കിൽ 50 സെന്റ്. ഇതാണ് രണ്ട് ഘടകം. ഇനി ഇതിന് ഉപയോഗം എന്ന് പറഞ്ഞാല് നമുക്ക് 10% സംവരണമുണ്ട്. 100 പേരെ എടുക്കുമ്പോൾ 10 പേർക്ക് EWS സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സംവരണം കിട്ടും. അത് ഗവൺമെന്റ് എല്ലാ ജോലിക്കും, PSCക്കും എല്ലാം ഇത് കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ വിദ്യാഭ്യാസം പറഞ്ഞ പ്രവേശനത്തിന് എല്ലാത്തിനും കിട്ടും എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളായിരിക്കും, കോളേജ് സ്കൂളും ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ സംവരണം ഉള്ള സ്കൂള്. എല്ലായിടത്തും ഗവൺമെന്റ് SC/STക്ക് സംവരണമുണ്ട്, OBCക്ക് സംവരണമുണ്ട്. അങ്ങനെയുള്ള എല്ലാ സ്കൂളുകളിലും നമുക്കും കിട്ടും EWS സർട്ടിഫിക്കറ്റ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് 10%. ഇപ്പം സാറ് പറയുന്നത് നമുക്കിപ്പം ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ EWS തന്നെ രണ്ടെണ്ണം ഉണ്ട്. കേന്ദ്ര ആവശ്യത്തിനും സ്റ്റേറ്റ് ആവശ്യത്തിനും. സ്റ്റേറ്റിന് നമ്മൾ പറഞ്ഞത് കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മള് ഔട്ട് ഓഫ് കേരളക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നെറ്റ് എക്സാം, നീറ്റ് എക്സാം, സ്റ്റേറ്റ് മാത്രമേ സ്റ്റേറ്റില് വരുമ്പോ സ്റ്റേറ്റിന്റെ കാര്യം മാത്രം പറഞ്ഞത്. നമ്മുടെ വരുമാനം 4 ലക്ഷം പറഞ്ഞ സ്റ്റേറ്റ് പർപ്പസിന് വേണ്ടി മാത്രം. കീമ സ്റ്റേറ്റാ വിദ്യാഭ്യാസം പ്രവേശിക്കുന്നതിനും EWS സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറുടെ മതി. ഫസ്റ്റ് മാനദണ്ഡം വരുമാനം 4 ലക്ഷത്തിൽ താഴെയായിരിക്കും. ഇത് ആരുടെയൊക്കെ വരുമാനമാണെന്ന്? വരുമാനം എന്ന് പറയുമ്പോൾ നമ്മളെ തന്റെ വരുമാനം ടെസ അപേക്ഷ വെക്കുക. മനസ്സിലായല്ലോ? ടെസ അപേക്ഷ വെക്കുമ്പം ടെസയുടെ വരുമാനം കൂട്ടും, ടെസയുടെ അച്ഛന്റെ അമ്മന്റെ വരുമാനം കൂട്ടും. മറ്റ് 18 വയസ്സിന് മുകളിൽ ചിലപ്പോൾ ടെസയ്ക്ക് ആങ്ങളമാരുണ്ടായിരിക്കും, അവരുടെ വരുമാനം ഇതിനകത്ത് ആഡ് ചെയ്യും. ഈ 3 പേരുടെ അതുപോലെ ഭൂമി നമുക്ക് കേരളത്തിൽ എവിടെയുണ്ടെങ്കിലും, കേരളത്തിന് വെളിയിലാണേലും ഭൂമി കണക്ക് കൂട്ടും. ടെസയുടെ അച്ഛന്റെയും അമ്മയുടെയും പേരിൽ എവിടെല്ലാം ഭൂമി ഉണ്ടോ ആ ഭൂമി എല്ലാം നമ്മൾ കൂട്ടി 2.5 ഏക്കർ താഴെയായിരിക്കണം പഞ്ചായത്ത്. അതാണ് ഭൂമി നോക്കുന്നത്. മനസ്സിലായ? വരുമാനം നോക്കല്ലേ. പിന്നെ ടെസയെ കല്യാണം കഴിപ്പിച്ച് വിട്ടുവന്നിരിക്കട്ടെ, ആലപ്പുഴ കെട്ടിച്ചു കൊടുക്കും. ടെസ അപേക്ഷ വെക്കേണ്ടത് ആലപ്പുഴ ഭർത്താവിന്റെ വീട് താമസിക്കേണ്ട വില്ലേജ് ഓഫീസിലാണ് അപേക്ഷ വെക്കുന്നത്. ആ വില്ലേജ് ഓഫീസിൽ അപേക്ഷ വെക്കുമ്പം ആ വില്ലേജ് ഓഫീസറ് ടെസ താമസിച്ചുകൊണ്ടാണ് തൃക്കൊടിത്താനം വില്ലയിലാണ്. തൃക്കൊടിത്താനം വില്ലയില് ആ അപേക്ഷയിൽ എഴുതി കൊടുത്തു വിടും. ടെസയുടെ മാതാപിതാക്കളുടെ വരുമാനവും ഭൂമി സംബന്ധിച്ചുമായ രേഖകൾ തരുവാൻ ആവശ്യപ്പെടും. ഇവിടുത്തെ വില്ലേജ് ഓഫീസർ എഴുതി നേരെ ഇവിടെയിലെ ആലപ്പുഴ വില്ലേജ് ഓഫീസർക്ക് പോകും.
മനസ്സിലായല്ലോ. ഭർത്താവിന്റെ വീട്ടുകാരുടെ ഒന്നും കൂട്ടുന്നില്ല, ഭർത്താവിന്റെ അച്ഛന്റെ അമ്മയുടെ വരുമാനം ഒന്നും കൂട്ടത്തില്ല. ഇതാണ് ഇതിന്റെ മാങ്ങ. ക്ലിയർ ആയി. പിന്നെ ടെസയുടെ വല്യമ്മയാണ്, അവരുടെ വരുമാനം കൂട്ടത്തില്ല. അതാണ് നമ്മൾ പ്രോസസ്സിംഗ്. ഇതെല്ലാം ഡൗൺലോഡ് ചെയ്തേക്ക് ഒരു ഫോമാറ്റ് ഉണ്ട്. നമുക്ക് ആ ഫോമാറ്റാണ് അപേക്ഷ വെക്കുന്നത്. ഓൺലൈൻ സംവിധാനം ഇതുവരെ ആയിട്ടില്ല, ആകാൻ സാധ്യതയില്ല കേട്ടോ. ഒരു ഫോമാറ്റ് ഉണ്ട്, ഫോമാറ്റ് ഫില്ല് ചെയ്ത് നമ്മൾ കൊടുക്കും. ഒരു അഫിഡവിറ്റ് സൈഡാണ് കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന അഫിഡവിറ്റിനകത്ത് ഒരു കാരണവശാലും തെറ്റാൻ പാടില്ല. EW സർട്ടിഫിക്കറ്റ് മേടിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാലത്ത് തെളിവാണ് ആ സമയത്ത് വരുമാനം 4 ലക്ഷത്തിന് മുകളിലുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പഠിച്ച ക്വാളിഫിക്കേഷൻ വരെ ഡിസ്ക്വാളിഫൈഡ്. നമ്മൾ കയറി ഡിഗ്രി വരെ ഡിസ്ക്വാളിഫൈഡ് ആണ്. അത്ര സീരിയസ് ആയിട്ടൊരു സാധനം. ഒരു കാരണവശാലും 4 ലക്ഷത്തിന് മുകളിൽ വരുമാനം ഉള്ളവരെ അപ്ലൈ ചെയ്യും. സ്റ്റേറ്റിനെ മനസ്സിലായി. ഇനി നമ്മൾ സെൻട്രൽ ഗവൺമെന്റിന്റെ കേരളത്തിന് വെളിയിലേക്ക് ഇപ്പം നമ്മൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ജോലി UPSCയോ എന്താണേലും നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് EWS ആവശ്യം കൊടുത്താൽ നമുക്ക് 10% ഉണ്ട്. കേരളത്തിനുള്ളിലുള്ള സ്ഥാപനങ്ങൾ ഇപ്പം നമ്മളെ MBBS പഠിക്കാൻ കർണാടകയിൽ പോകും, അല്ലെ തമിഴ്നാട്ടിൽ പോകും. നമ്മൾ തഹസിൽദാർ സർട്ടിഫിക്കറ്റാണ്. അപ്പം നമ്മൾ ഇതുപോലെ ഈ അപേക്ഷ ഇതുപോലെ തന്നെ അപേക്ഷ നമ്മൾ വെക്കും. അപ്പം ഫോമാറ്റ് ഉണ്ട്. അപേക്ഷ വെച്ച് കഴിയുമ്പം വില്ലേജ് ഓഫീസർ ഈ പറഞ്ഞതുപോലെ വില്ലേജ് ഓഫീസർ അപേക്ഷ കൊടുക്കുന്നു. തഹസിൽദാർ കസാനത്തോ വില്ലേജ് ഓഫീസർ എന്ത് ചെയ്യും? ഈ ആര് പറഞ്ഞ പോലെ തന്നെ മാതാപിതാക്കളുടെ കാര്യങ്ങൾ ചോദിക്കും. ഇപ്പം ടെസ ഇവിടെയാണെങ്കിൽ ടെസയുടെ അച്ഛൻ്റെ അമ്മയുടെ, അപ്പം ടെസയുടെ അമ്മ എവിടെയാണോ ജനിച്ചു വളർന്നത് ആ വില്ലേജിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെടും. അപ്പം അതൊക്കെ എഴുതി മേടിച്ച് നമ്മൾ റിപ്പോർട്ടാക്കി താലൂക്ക് ഓഫീസിലേക്ക് കൊടുക്കും. ഇനി സെൻട്രൽ ഗവൺമെന്റിന്റെ EWSന് മാനദണ്ഡങ്ങളുണ്ട്. ഫസ്റ്റ് വരുമാനം 8 ലക്ഷം ആകാം. 8 ലക്ഷം വരെ വരുമാനം ആകാം. ക്ലിയർ ആയല്ല. അതിനകത്ത് കാർഷികം വരും, വാണിജ്യം വരും, ടാക്സ് വരും, നമ്മൾ എന്താ വരുമാനവും അതിൽ കൂട്ടും. 8 ലക്ഷം വരെ ആകാം. രണ്ടാമത്തെ ഏറ്റവും നമ്മൾ താമസിക്കുന്ന വീട് എന്ന് പറഞ്ഞാൽ ടെസയുടെ എക്സാമ്പിളാണ്. ടെസ അപേക്ഷ വെക്കുമ്പം മാതാപിതാക്കളും ടെസ ചെയ്യാം. അവർ താമസിക്കുന്ന വീട്, അവരുടെ പേരിലുള്ള വീട് 1000 സ്ക്വയർ ഫീറ്റിന് മുന്നിലാകരുത്. 1000 സ്ക്വയർ ഫീറ്റ് താഴെ ആയിരിക്കണം ആ വീട്. രണ്ടാമത്തെ കണ്ടീഷൻ. വരുമാനം 8, പിന്നെ നമ്മുടെ പറഞ്ഞിരിക്കുന്ന കെട്ടിടം 1000 സ്ക്വയർ ഫീറ്റ് താഴെ ആയിരിക്കും. മനസ്സിലായില്ല. 1000 സ്ക്വയർ ഫീറ്റിന് മുകളിലുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ചെയ്യും. വില്ലേജ് ഓഫീസർ സ്ഥലത്ത് വരും, വീടാണ് അത് സ്കെച്ചുമായിട്ടാണ് താലൂക്കാഫീസിലേക്ക് വരും. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ. പഞ്ചായത്തിലാണെങ്കിൽ 4 സെന്റേ പറ്റുള്ളൂ ഭൂമി. അപ്പം നമുക്കൊരു 5 സെന്റ് ഉണ്ടെന്നായി നമുക്ക് ഭൂമി 4 സെന്റേ പറ്റത്തുള്ളൂ. 5 സെന്റ് ഉണ്ട് എന്ത് ചെയ്യും? 5 സെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് 4 സെന്റിനകത്ത് ഹൗസ് ഇരിക്കുന്നത്, ഹൗസ് പ്ലോട്ട് 4 സെന്റ്, ബാക്കി 1 സെന്റ് മിച്ചം വന്നില്ലേ, അത് കൃഷിഭൂമിയാണെന്നും പറഞ്ഞ് നമ്മൾ മാറ്റും. അത് നമ്മൾ ആവശ്യം വന്നാൽ കൃഷി ഓഫീസറെ എഴുതി സർട്ടിഫിക്കറ്റ് വാ അതുമെല്ലാം ആയിരിക്കണം. അപ്പം നമുക്ക് നിലവിൽ പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന് 5 ഏക്കർ വരെ, 5 ഏക്കർ താഴെ ഇരുന്നാൽ മതി കൃഷിഭൂമി. പക്ഷേ ഹൗസ് പ്ലോട്ട് എത്ര പറ്റുള്ളൂ? 4 സെന്റ്. 3 കണ്ടീഷൻ മനസ്സിലായല്ലോ. ഇനി അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ആയാലും സംഭവം ഇച്ചിരി ബുദ്ധിമുട്ടായി. 2.06 എന്ന് പറഞ്ഞാൽ 2 സെന്റേ പറ്റത്തുള്ളൂ. കോർപ്പറേഷൻ ആകുമ്പോൾ ഇച്ചിരൂടെ കുറയും. 200 ചതുരശ്ര മീറ്റർ യാർഡാണ് പറയുന്നത്. വളരെ കുറച്ച് മാത്രമേ വരുന്നുള്ളതാണ്. 4 സെന്റ് പഞ്ചായത്ത്, പിന്നെ 2 സെന്റ് നമ്മുടെ മുനിസിപ്പാലിറ്റി. അതിനേക്കാളും കുറച്ചുകൂടെ കുറയും. എൻ്റെ കൃത്യം അതിനകത്ത് കാണിക്കുന്നില്ല. വളരെ കുറച്ച് മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം നമ്മൾ എന്താക്കി മാറ്റണം? കൃഷിഭൂമിയാക്കണം. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ 5 ഏക്കർ താഴെ കൃഷിഭൂമി വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ കണ്ടീഷൻ എതിരാണ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് 1000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീട് വരാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് കയറി വരുന്നത്. അപ്പം 2 സെറ്റപ്പ് മനസ്സിലായല്ലോ. നിങ്ങൾ സംശയം ഈ പറയുന്ന വീടിപ്പം മുതിർന്ന ഒരാളുടെ പേരിലോട്ടൊക്കെ മാറിയിരിക്കുന്ന ഭവനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ 1000 വീടിന്റെ സ്ക്വയർ ഫീറ്റ് എന്നുള്ളതൊക്കെ കടമ്പകളൊക്കെ, അതായത് നമ്മളിപ്പോ അപേക്ഷകനും മാതാപിതാക്കളും അവരുടെ പേരിലാണ് ആ ഭൂമി എങ്കിൽ കണക്ക് നടക്കുകയല്ല. അവരുടെ ഭൂമിക്കകത്താണ് വീട് കയറിയിരിക്കുന്നതെങ്കിൽ പറ്റത്തില്ല. കാരണം പറ്റും 1000 സ്ക്വയർ ഫീറ്റ് താഴെയായിരിക്കും. പക്ഷെ സ്റ്റേറ്റിന്റെ പ്രശ്നമല്ല കേട്ടോ. സ്റ്റേറ്റിന്റെ വിഷയമല്ല, സെൻട്രൽ ഗവൺമെന്റ് എടുത്തിയ പ്രശ്നമല്ല. ചിലപ്പോഴൊക്കെ നമ്മുടെ ഈ
ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ ആവശ്യപ്പെടും. അങ്ങനെയുള്ളപ്പം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആവശ്യപ്പെടും. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് 4 ലക്ഷത്തിന് മുകളിൽ ട്രാൻസാക്ഷൻ നമുക്ക് വരുമാനം വന്നെങ്കിൽ പോയി തെളിവാ. ഇപ്പം സ്ഥിര വരുമാനം ഇല്ലാതെ ഇപ്പം 4 ലക്ഷം എന്ന് പറയുന്നതില് സ്ഥിര വരുമാനം എന്ന് പറയുമ്പോ എന്തൊക്കെ ജോലികളാണ് ഈ സ്ഥിര വരുമാനം? എന്ത് ജോലിയിലും നമുക്ക് കിട്ടുന്ന കാശാണ് വരുമാനം. എന്ത് പണി ചെയ്താൽ നമ്മള് കൂലിപ്പണി ചെയ്താലും അതെല്ലാം അക്കൗണ്ടിൽ കൂടി ഇങ്ങോട്ട് വരുവാണ് കണക്കാം. അപ്പൊ നമുക്ക് 4 ലക്ഷത്തിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ വരുമാനം എന്ന് പറഞ്ഞാൽ മെയിൻ ജോലിയല്ല, നമുക്ക് കിട്ടുന്ന എന്ത് ജോലിയും നമ്മൾ ചെയ്ത് എന്ത് പൈസ കിട്ടുന്ന എല്ലാം വരുമാനം. അതാണ് വരുമാന സർട്ടിഫിക്കറ്റ്. എത്ര വർഷം വാലിഡിറ്റി ഉണ്ട്? വാലിഡിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് 1 ഇയറേ ഉള്ളൂ. ഇപ്പം ഞാൻ പറയാം, ഇപ്പൊ എക്സാമ്പിൾ പറയാം, ഇപ്പം നമ്മൾ ഇപ്പൊ ഈ വർഷം തീരാൻ പോവുക, മാർച്ച് മാസത്തിൽ ഈ വർഷം തീരും. അപ്പൊ നമ്മൾ ഏപ്രിൽ 1-നാണ് അപേക്ഷ വെക്കുന്നതെങ്കിൽ ഏപ്രിൽ മാസത്തിൽ ആപ്ലിക്കേഷൻ വെച്ചാൽ നമ്മുടെ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതിപ്പോ 2026 ഏപ്രിലല്ലേ അപേക്ഷ വെക്കുന്നേ, 2025 ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 31 വരെയുള്ള സാമ്പത്തിക വർഷം 25-26 സാമ്പത്തിക വർഷമാണ് എടുക്കുന്ന വരുമാനം. മനസ്സിലായല്ലോ? ഇന്ന് അപേക്ഷ വെച്ചാൽ എടുക്കുന്നതെന്നറിയാം, കഴിഞ്ഞ വർഷത്തെ അതുപോലെ, ഈ വർഷത്തെ ഒന്നും അല്ല. ഇത് എടുത്ത് ഇന്നിപ്പം നമ്മൾ എടുത്താലും ഏപ്രിൽ മാസം കഴിയുമ്പോൾ ഇത് മാർച്ച് 31 കഴിയുമ്പോൾ ഇത് തീർന്നു പണി, സാമ്പത്തിക വർഷം കഴിയും. ഏപ്രിൽ 1 ആവശ്യത്തിന് നമ്മൾ ഏപ്രിൽ 1 അപേക്ഷ വെക്കാവുള്ളൂ ശേഷം. അപ്പൊ അല്ലെ നമ്മൾ രണ്ടാമത് വീണ്ടും ഒന്നുകൂടെ എടുക്കേണ്ടി വരും. അപ്പം നമ്മൾ തൊട്ട് പറഞ്ഞത്തെ സാമ്പത്തിക വർഷമാണ് വരുമാനമായിട്ട് എടുക്കുന്നത്. അത് 1 ഇയറെ വാലിഡിറ്റി ചെയ്യും. പിന്നെ അത് കഴിയുമ്പോൾ പുതുക്കലില്ല, വേറെ അപേക്ഷ വെച്ചു. പുതുക്കുന്ന പണിയൊന്നുമില്ല. ഫെബ്രുവരിയില് അപേക്ഷ വെച്ചു, ആ ഫെബ്രുവരി കിട്ടിയ സർട്ടിഫിക്കറ്റിന് ഈ അടുത്ത് കഴിഞ്ഞ് മാർച്ച് 31 തീരുവ. അതായത് അതിന് 3 മാസമേ കാലാവധി. അതെന്ന് പറഞ്ഞാൽ ആ സാമ്പത്തിക വർഷത്തെ സാധനമാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെയാണ് ഈ മാർച്ച് 31 വരെ വരുന്നത്. ഏപ്രിൽ 1 കഴിയുമ്പോൾ പുതിയ സാമ്പത്തിക വർഷമായി. അത് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഡേറ്റ് ആയി. ആണ് ഈ 2025 ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 31 വരെയുള്ള ആ കാലയളവ് വന്ന അതിന്റെയാണ് അടുത്ത മാർച്ച് 31 വരെയും 2027 മാർച്ച് 31 വരെയും ശരി വരുമാനം. അടുത്ത് കഴിയുമ്പോൾ അടുത്ത ഈ ഒരു ഇത് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കോളേജ്, സ്കൂള് ഇന്നിവിടങ്ങളിലുള്ള നമ്മുടെ ഫീസിന് വല്ല ഇളവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? ഫീസ് ഇളവിന്റെ കാര്യം പറയുന്നില്ല. 10% പ്രവേശന അനുമതി, അഡ്മിഷൻ നമുക്ക് 10% നമുക്ക് ഉള്ളതാണ്. അത് ഒരുപാട് പേരും കൊടുക്കുന്നില്ല, ചിലര് മാത്രം കൊടുക്കും. എന്തൊക്കെ രേഖകൾ ആപ്ലിക്കേഷന്റെ കൂട്ടത്തിൽ ആദ്യം നമ്മള് ഇപ്പൊ നമ്മൾ ഏത് ജാതിയാണ് തെളിയണം, ഫസ്റ്റത്തെ പണിയാണ്. അങ്ങനെയാണല്ലോ സംഭവം ആദ്യം തുടങ്ങുന്നത്. ഫസ്റ്റ് ജാതി എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ജാതിയുണ്ട്. CBSE ഇല്ല, എന്നാൽ TCL ഉണ്ട്, എഴുതി വെക്കും. TC എന്ന് പറഞ്ഞാൽ കോപ്പിക്കകത്ത് കാര്യം. പിന്നെ അച്ഛന്റെ അമ്മയുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ്. അപ്പം അച്ഛന്റെ അമ്മയുടെ സ്കൂൾ സർട്ടിഫിക്കറ്റും പിന്നെ ഈ അപേക്ഷകന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ആയുമ്പോൾ ജാതിയുടെ കാര്യം ക്ലിയർ ആണ്. അതിനകത്ത് എല്ലാം തെളിയും ഏത് ജാതിയാണ്. പിന്നെ അപ്പം ജാതി തെളിഞ്ഞ രണ്ടാമത് നമ്മുടെ വരുമാന റേഷൻ കാർഡ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പം തൃക്കൊടിത്താനം സർട്ടിഫിക്കറ്റ് കൊടുക്കുവാണെങ്കിൽ തൃക്കൊടിത്താനം വില്ലയിൽ താമസിക്കുന്നവർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ, പുറത്തുള്ളവർക്ക് ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ല. അവരവരുടെ സ്ഥലത്ത് പോകണം. അപ്പൊ നമ്മളിവിടെ തെളിയുന്ന ഒരു റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ആണ് റേഷൻ കാർഡ്. അതില്ലെങ്കിൽ പഞ്ചായത്തിൽ പോയി റെസിഡൻസ് സർട്ടിഫിക്കറ്റ് മേടിക്കണം, ഞാൻ ഇവിടെ താമസിക്കുന്നത്. അപ്പം താമസമായി. പിന്നെ നമ്മുടെ കരമടച്ച രസീത് ഭൂമി ചോദിക്കുന്നില്ലേ, എവിടെല്ലാം കരമടച്ച രസീതുണ്ടോ, ഏത് ജില്ലയിലുണ്ടോ, അടുത്ത സ്റ്റേറ്റിലുണ്ടോ, എല്ലാം ഇവിടെ കൊടുക്കുന്നത്. എല്ലാം നമ്മൾ എല്ലാം എഴുതി. 3 കേസായി. പിന്നെ IT വല്ലതും റിട്ടേൺ ചെയ്തവർക്ക് കിട്ടത്തില്ല. ഞാൻ റിട്ടേൺ പോയല്ലോ, മതി, ഇത്രയും മതി. 3 പേർ മതി. പിന്നെ വിദ്യാഭ്യാസം എന്തെങ്കിലും ആവശ്യപ്പെട്ടെങ്കിൽ എന്തെങ്കിലും കാശ് സംബന്ധമായ സംശയം വരാൻ തോന്നിയെങ്കിൽ ചിലപ്പം അതൊക്കെ ചോദിക്കും. വരുമാന സംബന്ധിച്ച് ചോദിച്ചാൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ചോദിക്കും. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മുൻകൂട്ടി കൊടുക്കുന്നതാണ്. അപ്പം നമുക്ക് വിദ്യാഭ്യാസർക്ക് സംശയമില്ല, ഇവന് വരുമാനം തീരെ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തെ ഇഷ്ടത്തിന് ചെയ്യാം, ആരും ചോദിക്കത്തില്ല. പക്ഷെ പുള്ളി ഉറപ്പാക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ചിലപ്പം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മിക്കവാറും തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ചോദിക്കും. അതിൽ സൂക്ഷിക്കുകയും ചെയ്യും. അന്വേഷണം വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ ഈ സാധനം വിജിലൻസ് പരിശോധന വരുന്ന സാധനം നിങ്ങളും വില്ലേജ് ഓഫീസറും അറിയാൽ ഇത് പരിശോധിക്കും.
ഇയാൾക്ക് വരുമാനം കൂടുതലുണ്ടോ? ഉണ്ടെന്നറിഞ്ഞാൽ നടപടി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ അഡ്മിഷൻ കിട്ടിയത് പോകും, ജോലി കിട്ടിയത് പോകും. കൊടുത്ത വലിയ അത്ര എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് എന്നുവെച്ചാൽ അന്വേഷിക്കാതെ ഒത്തും പറയും. ആർക്ക് യാതൊരു പ്രയോജനം കിട്ടാത്ത നമ്മുടെ ആ EWS റിജക്ട് ചെയ്താൽ എന്നാ ചെയ്യും? നിങ്ങളൊരു അപേക്ഷ വെച്ചു, മനഃപൂർവ്വം തരികയാണെന്ന് വെച്ചു, എന്നായി? നമ്മളൊരു ഓഫീസിൽ ഇരിക്കുമ്പോൾ നമ്മളെ ഓഫീസറായിട്ട് അവിടെ ഇരിക്കുന്നത്, അവിടെ പല തരത്തിലുള്ള ആൾക്കാർ വരും. നമ്മളെ എല്ലാവരെയും ഒരുപോലെ വേണം കാണാൻ. അതിനകത്ത് വഴക്ക് പിടിച്ചവൻ തെറി പറഞ്ഞവനൊക്കെ ഇതിന് വെളിയില്ല. നമ്മളിവിടെ അത് കാണിക്കേണ്ട കാര്യം നമ്മുടെ ഡ്യൂട്ടി എന്താ? അവൻ വന്ന കാര്യം അത് ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്തു കൊടുക്കുക. മറ്റുമായിട്ട് യാതൊരു വക ലിങ്കും പാടില്ല. മനസ്സിലായത്? എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മുടെ ഇഷ്ടമുള്ളവരില്ലാത്തതൊക്കെ വരാം. അത് വരാതെ നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ് കൊടുത്തല്ലേ കൊടുക്കണം. അങ്ങനെ ഒരാള് പ്രവർത്തിച്ചല്ലേ ചെയ്യാൻ പറ്റും. വില്ലേജ് ഓഫീസർ ഒരാൾ അങ്ങനെ നമുക്ക് ഇത് ചെയ്യാം. തഹസിൽദാർ എന്ന സാധനത്തിന് നമുക്ക് കളക്ടർക്ക് കൊടുക്കാം, അപ്പീൽ വെക്കാം. വില്ലേജ് ഓഫീസർ കൊടുത്ത് അടങ്ങ് നേരെ തഹസിൽദാർക്ക് ആദ്യം കൊടുക്കാം. ഇന്നപോലെ എൻ്റെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യും, ഞാൻ കൊടുത്തിടാന്നും പറഞ്ഞത് അവിടെ അന്വേഷണം ഉണ്ട്. അവരന്വേഷിക്കും. നിങ്ങൾ എലിജിബിലിറ്റി ആണെങ്കിൽ തരും. ദിവസത്തിനുള്ളിലാ ഇത് ശരിയായി നമുക്ക് കിട്ടാൻ? ഇതിപ്പം ഞാൻ അപേക്ഷ വരുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെ സാധാരണ രീതിയിൽ വെച്ച് താമസിപ്പിക്കേണ്ട കാര്യം, ആപ്ലിക്കേഷൻ വെക്കുമ്പോൾ മാതാപിതാക്കൾ എവിടെ താമസിക്കുന്നത്. അപ്പം ഇവിടുത്തെ ആൾ തന്നെയാണെങ്കിൽ അച്ഛൻ്റെ അമ്മയ്ക്ക് അമ്മയുടെ പൂസത്തുമില്ല, അമ്മയുടെ വില്ലേജിലൊന്നാണ് ഒരു കത്ത് എഴുതുന്നത്. അങ്ങനെ തന്നെ എഴുതി തരും. അതുകൊണ്ട് നമ്മൾ ആ വില്ലേജ് ചെല്ലുമ്പോൾ ആ വില്ലേജോടെ നോക്കിയിട്ട് ഇങ്ങേർക്ക് ഭൂമി ഉണ്ടോ, ഭൂമി ഉണ്ടെങ്കിൽ ഇത്ര ഭൂമി ഈ മാതാവ് ഇന്നയുടെ പേരിലുണ്ട്, പിന്നെ അവർക്ക് ഇന്ന പോലെ ബിൽഡിംഗ് ഉണ്ട്, ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അവർക്ക് അതിൽ ഇത്ര രൂപ വരുമാനമുണ്ട്, അത് എഴുതി ഇങ്ങോട്ട് ചെയ്യും. അത് നിങ്ങൾ പോയി മേടിച്ചോണ്ട് വരുമോ? മേടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യം ഇവിടുത്തെ വില്ലേജ് ഓഫീസർക്ക് അന്വേഷിക്കാമല്ലോ. അന്വേഷിച്ച് തഹസിൽദാർക്ക് കൊടുക്കുന്ന റിപ്പോർട്ടാണ് തഹസിൽദാർക്ക്, വില്ലേജ് ഓഫീസറുടെ വില്ലേജ് തഹസിൽദാർക്ക് പോകുന്ന സാധനമാണെങ്കിൽ കെട്ടിടമാണ് അത് ആ സ്കെച്ചാണ് കുറ്റേക്കുന്നത്. ഏകദേശം അപ്പൊ ഒരു മാസത്തിനുള്ളിൽ? ഒരു മാസം ഒന്നും വരുന്നു. എന്താ ഒരു മാസം? വില്ലേജിൽ നിന്നാണ് 4 ദിവസത്തിനുള്ളിൽ. 2-3 ദിവസം കൊണ്ട് കാസം കഴിച്ചു. 2-3 ദിവസം ഒന്നും വേണ്ട. പെട്ടെന്ന് നിങ്ങൾ വേഗം പോയാൽ കിട്ടും. താമസിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അങ്ങനെ താമസിക്കേണ്ട സത്യത്തില്ല. പിള്ളേർ അന്വേഷണം വന്ന കേസിനാണ്, വേഗം ചെയ്യും. ചിലപ്പോൾ 2 ദിവസമൊക്കെ കാണുമെന്നത്. ഇപ്പം 13ാമത്തെ മണിക്കൂറിലായിരിക്കും ഓടി പിടിച്ച് വരുന്നതാണ്. ചിലപ്പോൾ ശ്വാസം കൂടാതായിരിക്കും വരുന്നത് സർട്ടിഫിക്കറ്റ് വരെ. നമ്മൾ വേഗം ചെയ്യാം. ഇന്നലെ കൊടുത്തു അങ്ങനെ അവിടെ പോയി പഠിച്ചു കൊടുക്കാമെന്നാണ്. പ്രിയമുള്ളവരെ, ഇത്രയും ഒരു ചുരുങ്ങിയ നേരം കൊണ്ട് സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും നമുക്ക് EWS സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമുക്ക് പങ്കുവച്ചു തന്ന ഒരു ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ സാറിന് തൃക്കുത്താനം UDTSMYM പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിപ്പിക്കുന്നു. സാറിന് പ്രത്യേകം നന്ദി. താങ്ക് യു.